ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം, ഓപ്പറേഷൻ സിന്ദൂർ അല്ലെങ്കിൽ അതിനുള്ള അതിന് മുൻപിൽ ഉള്ള പഹൽഗാം ആക്രമണ സമയത്തുമൊക്കെ തന്നെ, അല്ലെങ്കിൽ അതിന് പുറമോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാലും പാകിസ്ഥാനെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ലോകരാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന, ഇപ്പം ഈ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്തിനെ മറ്റു രാജ്യം സപ്പോർട്ട് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട സപ്പോർട്ട് ഏതാണ്? മിലിറ്ററി സപ്പോർട്ടാണ്, ഇല്ലേ? ഇപ്പം സാമ്പത്തികമായിട്ടൊരു രാജ്യം സഹായിക്കുന്നു എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. പക്ഷേ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന്, പ്രത്യേകിച്ച് നമ്മളിപ്പം പാകിസ്ഥാനെ സംബന്ധിച്ച് പറയുമ്പോൾ, പാകിസ്ഥാന് എല്ലാവിധത്തിലുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പം ഡ്രോണുകൾ, മിസൈലുകൾ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ആയുധങ്ങളൊക്കെ തന്നെ പാകിസ്ഥാന് കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട രാജ്യമാണ് ചൈന കഴിഞ്ഞാൽ ടർക്കി എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം രാജ്യങ്ങൾ തമ്മിലുള്ള അത്തരം ബന്ധങ്ങളെ നമുക്കൊരിക്കലും പിന്നെ നിസ്സാരവൽക്കരിക്കാൻ സാധിക്കത്തില്ല. അപ്പം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബന്ധമാണ് ഒരു രാജ്യം മറ്റു രാജ്യത്തിന് ആയുധം കൊടുക്കുന്നു എന്നുള്ളത്. അപ്പോൾ അതിൽ പാകിസ്ഥാന് ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്തും ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക്റ്റ് നടക്കുന്ന സമയത്തും അതിന് പുറമോട്ട് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പാകിസ്ഥാനെ വളരെ സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ് ടർക്കി. ഇപ്പോൾ പഹൽഗാം ആക്രമണത്തിന് ശേഷം ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ വിജയകരമായി നടത്തി അതിന് ശേഷവും ഇന്ത്യയിലെ പിന്നെ മുഖ്യധാരയിൽ പൊതുവെ നമ്മൾ പിന്നെ ഇന്ത്യക്കാരിൽ ടർക്കിക്കെതിരെ വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ പലയിടത്തും, ഇല്ലേ, നമ്മൾ കാണുകയുണ്ടായി. പ്രതിഷേധങ്ങൾ പറഞ്ഞാൽ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുക എന്നുള്ളതല്ല, സോഷ്യൽ മീഡിയയിലും ഓൺലൈനിലും ഒക്കെ തന്നെ ടർക്കിയെ ബഹിഷ്കരിക്കണം, ടർക്കിയുടെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണം, ടർക്കിയുടെ സാന്നിധ്യം ഇന്ത്യയിൽ എവിടെല്ലാം ഉണ്ടോ അതിനെല്ലാം ബോയ്ക്കോട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഗവൺമെൻറ് അതിനെല്ലാം ബാൻ ചെയ്യണം, ഇല്ല എന്നൊക്കെയുള്ള രീതിയിലുള്ള പിന്നെ പ്രചരണങ്ങളും അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, ഒരു സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ, ഓൺലൈൻ ക്യാമ്പയിൻ ഒക്കെ തന്നെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഗവൺമെൻറ് ഭരണകൂടം എപ്പോഴും ഏത് രാജ്യത്തെ ആയാലും ശരി, ഒക്കെ ഒരു പരിധിവരെയൊക്കെ അവരവരുടെ രാജ്യത്തിൻ്റെ താല്പര്യത്തിന് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ജനങ്ങളുടെ വികാരത്തെ പൂർണ്ണമായിട്ടും കണക്കിലെടുത്തുകൊണ്ട് ഒരു ഭരണകൂടത്തിനും അവരുടെ നയങ്ങൾ രൂപീകരിക്കാനോ അല്ലെങ്കിൽ നടപ്പിലാക്കാനോ ഒന്നും സാധിക്കത്തില്ല. കാരണം അവർക്ക് അതിനുപരിയായിട്ട് ഭരണകൂടത്തിന് ഒക്കെ ഓഫ് കോഴ്സ് അവർ രാജ്യ താല്പര്യത്തെ സംരക്ഷിക്കുന്നുണ്ട് എന്ന് തന്നെ നമ്മൾ സങ്കല്പിച്ചോളൂ. എന്നിരുന്നാൽ തന്നെയും ഭരണകൂടങ്ങൾക്ക് അല്ലെങ്കിൽ സർക്കാരുകൾക്ക് അവരുടെ താല്പര്യങ്ങൾ ഒരുപക്ഷെ ജനങ്ങൾ ഇമോഷണലായിട്ട് മുന്നോട്ട് വെക്കുന്ന ഒരു ആശയങ്ങൾ, ആഗ്രഹങ്ങൾക്കനുസരിച്ചായിരിക്കത്തില്ല. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ത്യ, കാരണം നമുക്കറിയാം തീർച്ചയായിട്ടും ഇന്ത്യയും ടർക്കിയും തമ്മിൽ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഇന്ത്യ അമേരിക്കയും തമ്മിൽ വളരെ ഇപ്പോൾ ഡീപ്പായിട്ടുള്ള റിലേഷൻസ് ഉണ്ട്. ഈ അമേരിക്ക തന്നെ പാകിസ്ഥാനെ സഹായിക്കുന്നില്ലേ? ഉണ്ടല്ലോ. അമേരിക്കയുടെ ആയുധങ്ങൾ പാകിസ്ഥാന്റെ കൈവശമില്ലേ? F-16 ഉൾപ്പെടെയുള്ള ഏറ്റവും അത്യാധുനികമായിട്ടുള്ള ഫൈറ്റർ എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ മറ്റ് രീതിയിലുള്ള സാമ്പത്തിക സഹായങ്ങളൊക്കെ തന്നെ തീർച്ചയായിട്ടും അമേരിക്കയിൽ നിന്നും പാകിസ്ഥാന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇപ്പം നമ്മൾ അമേരിക്കയെ ബോയ്ക്കോട്ട് ചെയ്യുന്നുണ്ടോ? കാരണം ഇന്ത്യ അമേരിക്ക തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങൾ വളരെ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ അമേരിക്കയും തമ്മിലുള്ള തന്ത്രപരമായിട്ടുള്ള, സ്ട്രാറ്റജിക് ആയിട്ടുള്ള, പ്രതിരോധപരമായിട്ടുള്ള ബന്ധങ്ങൾ ഇല്ല, വളരെ ശക്തമാണ്. അത് വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും. പക്ഷേ പാകിസ്ഥാനും അമേരിക്കയും തമ്മിൽ നിലവിൽ ഇപ്പോൾ പഴയതിൻ്റെ അത്രയും ഊഷ്മളമായിട്ടുള്ള അല്ലെങ്കിൽ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ബന്ധങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ തീർച്ചയായിട്ടും അമേരിക്ക പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളിലും, പല സമയങ്ങളിലും. അപ്പം നമ്മൾ ഇന്ത്യയെ അമേരിക്കൻ ഉൽപ്പന്നങ്ങളെ ബഹിഷ്കരിക്കാനോ അല്ലെങ്കിൽ അമേരിക്കയുടെ ഇന്ത്യയിലുള്ള സാന്നിധ്യത്തെ നമ്മൾ പിന്നെ ക്യാൻസൽ ചെയ്യണമെന്നൊന്നും നമ്മൾ പറയുന്നില്ല ഇവിടെ നമ്മൾ. അപ്പം ഇത് ജിയോ പൊളിറ്റിക്സിൽ ഇങ്ങനെയൊക്കെ നടക്കും നമുക്ക്. ഈ നമ്മുടെ രാജ്യത്തെ പൂർണ്ണമായിട്ടും നശിപ്പിക്കാൻ വേണ്ടി ഒരു രാജ്യം ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ എന്താണ് പറയുന്നത്, പ്രതിരോധിക്കേണ്ടതായിട്ടുള്ള അവസ്ഥയുള്ളൂ. അല്ലെങ്കിൽ നമുക്കതിനെ തീർച്ചയായിട്ടും കണക്കിലെടുക്കേണ്ട ഒരു ആവശ്യമില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ടർക്കിയും ഇന്ത്യയുമായിട്ടുള്ള വ്യാപാരം വളരെ ശക്തമാണ്, അത് വളർന്നു വരികയാണ്. ആ വ്യാപാരത്തിൽ നമുക്കാണ് വ്യാപാര മിച്ചമുള്ളത്. എന്നുവെച്ചാൽ ബാലൻസ് ഓഫ് ട്രേഡിൽ, ഫേവറബിൾ ബാലൻസ് ഓഫ് ട്രേഡ് നമുക്കാണുള്ളത്. കാരണം കച്ചവടം നടത്തുന്ന ആൾക്കാരുണ്ടല്ലോ,
ഈ രാജ്യമായിട്ട്. അപ്പോൾ ഈ കച്ചവടം നടക്കുന്ന ആൾക്കാർക്ക് ഇപ്പോൾ ടർക്കിയെ നമ്മൾ ബോയ്ക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ, ജനങ്ങൾ ബോയ്ക്കൗട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അതിൻ്റെ പാല് പിടിച്ച് ഗവൺമെൻറ് ടർക്കിയെ എല്ലാ രീതിയിലും ബാൻ ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ വ്യാപാര യുദ്ധമൊക്കെ ഏർപ്പെടുകയാണെങ്കിൽ കച്ചവടം നഷ്ടപ്പെടുന്നത് വ്യാപാരികൾക്കാണ്, കച്ചവടക്കാർക്കാണ്. അവർക്ക് ഗവൺമെൻറ്റിൻ്റെ മുകളിൽ സ്വാധീനം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നടക്കത്തില്ല. അപ്പോൾ ജനങ്ങളുടെ താല്പര്യത്തിന് അവിടെ ഒരു തടസ്സം നേരിടും എന്നുള്ള കാര്യത്തിൽ അത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം, നമ്മൾ മനസ്സിലാക്കണം. എപ്പോഴും തീർച്ചയായിട്ടും ജനങ്ങളുടെ വികാരങ്ങളെ മാനിച്ചുകൊണ്ടല്ല ഒരു രാജ്യത്തുള്ള ഗവൺമെൻറ് അവരുടെ പോളിസി നയങ്ങൾ രൂപീകരിക്കുന്നത്. പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടുള്ള മേഖലയെ സംബന്ധിച്ചായാലും പിന്നെ വ്യാപാര മേഖലയെ സംബന്ധിച്ചായാലും ഇനിയും ഈ പറഞ്ഞ തന്ത്രപരമായിട്ടുള്ള പ്രതിരോധപരമായിട്ടുള്ള മേഖലകളെ സംബന്ധിച്ച് ഒന്നും തന്നെ അങ്ങനെയുള്ള ഗവൺമെൻറ്റുകൾ ഒരിടത്തും തീരുമാനങ്ങൾ എടുക്കുന്ന നയങ്ങൾ രൂപീകരിക്കുന്നു. അപ്പോൾ ഇവിടെ ഇന്ത്യൻ ഗവൺമെൻറ് അത് തന്നെ ചെയ്യാൻ പോകുന്നുണ്ട്. വ്യാപാരികളുടെ താല്പര്യം പരിഗണിക്കാതെ ഗവൺമെൻറ് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല. കാരണം 23,000 കോടി രൂപയുടെ വ്യാപാര നഷ്ടം നമുക്ക് ഉണ്ടാകും ടർക്കിയുമായിട്ടുള്ള നമ്മൾ ബന്ധങ്ങൾ വിച്ഛേദിക്കുകയാണെങ്കിൽ. കാര്യമൊക്കെ ശരിയാണ്. ഓപ്പറേഷൻ സിന്ധൂരിൽ പാകിസ്ഥാനെ സഹായിച്ച ഏറ്റവും വലിയ രാജ്യം ആരാണ്? ടർക്കിയാണ്. ചൈന അവരുടെ ഏറ്റവും വലിയ ഫ്രണ്ടാണ്. പാകിസ്ഥാന് 80% കൂടുതൽ ആയുധങ്ങൾ കൊടുക്കുന്ന ചൈനയാണ്. പക്ഷേ ഇന്ത്യൻ ചൈന തമ്മിലുള്ള ട്രേഡ് വളരെ ശക്തമാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ ട്രേഡിംഗ് പാർട്ണറാണ് ചൈന എന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചൈനയെ ബോയ്ക്കോട്ട് ചെയ്യേണ്ടത്. കാരണം പാകിസ്ഥാനെ പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്യുന്ന രാജ്യം എന്ന നിലയിൽ നമ്മൾ ചൈനയെ ബോയ്ക്കോട്ട് ചെയ്യേണ്ടത് എല്ലാ രീതിയിലും. ഒരിക്കലും അത് സാധ്യമല്ലല്ലോ. അല്ലെങ്കിൽ ഇതുവരെ ഗവൺമെൻറ് അങ്ങനെയുള്ള തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ലല്ലോ. അപ്പോൾ അത് സാധ്യമല്ല. ജനങ്ങളുടെ വികാരം ഒരു വശത്ത്, ഗവൺമെൻറ് തീരുമാനങ്ങളും നയങ്ങളും മറുവശത്ത്. അതേ നടക്കത്തുള്ളൂ, അങ്ങനെ സംഭവിക്കത്തുള്ളൂ. അതുകൊണ്ട് ഇവിടെയും ഇന്ത്യ ഈ ജനങ്ങളുടെ വികാരത്തെ പൂർണ്ണമായിട്ടും കണക്കിലെടുത്ത് ഗവൺമെൻറ് ടർക്കിയുമായിട്ടുള്ള ബന്ധങ്ങൾ ഒരിക്കലും വിച്ഛേദിക്കാനൊന്നും പോകുന്നില്ല. കാരണം ടർക്കി വളരെ പ്രധാനപ്പെട്ട രാജ്യമാണ്. ഇന്ത്യക്ക് വളരെ പിന്നെ പല രീതിയിലും ഇന്ത്യക്ക് ഇപ്പോൾ പാകിസ്ഥാനായിട്ടുള്ള അവരുടെ ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ജിയോ പൊളിറ്റിക്സിൻ്റെ ഭാഗമാണ്. അത് തീർച്ചയായിട്ടും നമുക്ക് മാറി മറിഞ്ഞൊക്കെ വരാം. അപ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക ശക്തി ഉപയോഗിച്ചും ഡിപ്ലോമാറ്റിക് പവർ ഉപയോഗിച്ചും സ്ട്രെങ്ത് ഉപയോഗിച്ചും ഒക്കെ തന്നെ നമുക്ക് തീർച്ചയായിട്ടും അതിനെ നമ്മൾക്ക് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യത്തിലേക്ക് ഇന്നല്ലെങ്കിൽ നമുക്ക് ഭാവിയിലേക്ക് മാറ്റിയെടുക്കാവുന്നതൊക്കെ ഉള്ളൂ. മനസ്സിലായല്ലോ. അപ്പം അതിനുവരെ നമ്മൾ ആ രാജ്യത്തെ ശത്രുവായി കണ്ടുകൊണ്ട് ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. കാരണം ഇതാണ് ജിയോ പൊളിറ്റിക്സിൽ നടക്കുന്ന, രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ നടക്കുന്ന കാര്യങ്ങൾ ഇതാണെന്ന് ഞാൻ പറഞ്ഞത്. അല്ല, ഇന്ത്യ ടർക്കിക്കെതിരെ കർശനമായിട്ടുള്ള നിലപാടെടുക്കണമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഗവൺമെൻറ് ഒരുപക്ഷെ പോളിസി ഒരിക്കലും അങ്ങനെ ആയിരിക്കത്തില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂരുമായിട്ട് ബന്ധപ്പെട്ട് പാകിസ്ഥാന് ടർക്കി നല്ല രീതിയിലുള്ള സപ്പോർട്ടില്ല. കാരണം പാകിസ്ഥാൻ ഇങ്ങോട്ട് തൊടുത്തുവിട്ട 10, 300, 400 അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഡ്രോണുകളെല്ലാം തന്നെ ടർക്കി നിർമ്മിതമായിരുന്നു, മിസൈലുകളൊക്കെ തന്നെ. ചൈനയുടെ ആയുധങ്ങൾ ഉപയോഗിച്ചതിനോടൊപ്പം തന്നെ മനസ്സിലായില്ല. അപ്പോൾ അത് എന്തിനും കേന്ദ്ര ഗവൺമെൻറ് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ആ വ്യാപാര ബന്ധം, ടർക്കിയുമായിട്ടുള്ള വ്യാപാര ബന്ധം ഉപേക്ഷിക്കത്തില്ല. നിലവിൽ നമുക്ക് $2.73 ബില്യൺ ഉണ്ട്. അതായത് 23,000 കോടി രൂപയുടെ ട്രേഡ് സർപ്ലസ് ടർക്കിയുമായിട്ടുണ്ട്. അപ്പോൾ അത് നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഗവൺമെൻറ് അതൊന്നും ചെയ്യത്തില്ല ഒരിക്കലും. നമ്മുടെ ജനങ്ങളുടെ വികാരത്തെ കണക്കിലെടുത്തുകൊണ്ട് ഇത്രയും നഷ്ടം ഒരിക്കലും ഒരു ഗവൺമെൻറ്റും ലോജിക്കലായിട്ട് അങ്ങനെ ഈ ലോജിക്കലായിട്ടുള്ള എന്ന് വെച്ചാൽ യുക്തിപരമല്ലാത്തൊരു തീരുമാനത്തിലേക്ക് പോകത്തിരിക്കുന്നത്. നമുക്ക് ആ ഒരു പരസ്പരമായിട്ട് നമുക്ക് ബയലാറ്ററൽ റിലേഷൻസ്, കൂടുതൽ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള റിലേഷൻസ്, ഇക്കണോമിക് റിലേഷൻസ് ഒക്കെ സ്ട്രെങ്തൻ ചെയ്ത് നമുക്ക് ഇപ്പോൾ നിലനിൽക്കുന്ന ആ അവസ്ഥയെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അതിനാണ് രാജ്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ ടർക്കിയുമായിട്ട് ഈ ഉപരോധം ഏർപ്പെടുത്തി ഇത്രയും നഷ്ടം ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അത് വ്യാപാരികളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാകുമെന്നാണ് സർക്കാരിൻ്റെ നിലപാട്. അത് തന്നെയാണ് ശരിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദേശീയ സുരക്ഷയുടെ പേരിൽ നമ്മൾ ഈ ടർക്കി കമ്പനികൾക്കെതിരെ സ്വീകരിച്ച നടപടികൾ അത് ഉഭയകക്ഷി വ്യാപാരത്തിലേക്കൊന്നും വ്യാപിപ്പിക്കത്തില്ല എന്നുള്ളത് കൂടെ ഗവൺമെൻറ് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു മീഡിയ എന്ന് പറയുന്ന ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നുള്ളതാണ്. ടർക്കിയിൽ നിന്ന് നമ്മൾ ആപ്പിള്, മാർബിള് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഇതുങ്ങളുടെയൊക്കെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രോഡക്ട്സിൻ്റെയൊക്കെ ഇറക്കുമതി നമ്മൾ അവസാനിപ്പിക്കണമെന്ന് ഒരു കൂട്ടം വ്യാപാരികൾ അതുപോലെ ജനങ്ങളൊക്കെ തന്നെ ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. അത് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ടർക്കിയിൽ നമ്മൾ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ അങ്ങോട്ട് കയറ്റുമതി ചെയ്യുകയാണ്. അപ്പോൾ അത് രാജ്യത്തെ സംബന്ധിച്ച് നേട്ടമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ പേരിൽ നമ്മൾ ആ ബന്ധം വിച്ഛേദിക്കുകയാണെങ്കിൽ അത് ഇന്ത്യക്ക് തന്നെ ആയിരിക്കും ദോഷം ചെയ്യുന്നത്. കാരണം ഈ വ്യാപാരം എന്തായാലും കൂടുതൽ വർദ്ധിക്കാൻ പോകുന്നതേ ഉള്ളൂ. അത് നമുക്ക് ഇന്ത്യക്ക് തീർച്ചയായിട്ടും ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിനത് പ്രയോജനമാണ്. കാരണം പാകിസ്ഥാനെ ടർക്കി
സഹായിക്കുമ്പോൾ തന്നെ ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര ബന്ധങ്ങൾ വളരെ ശക്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ച് ഇന്ത്യ ഒരു പ്രധാനപ്പെട്ട രാജ്യമാണ്, ഒരു രീതിയിലെങ്കിൽ മറ്റൊരു രീതിയിലുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ജിയോ പൊളിറ്റിക്സിൽ രാജ്യങ്ങൾ തമ്മിലുള്ള ബയലാറ്ററൽ റിലേഷൻസിൽ ഇതൊക്കെ നടക്കും. അപ്പോൾ അതിനെയൊക്കെ അതിൻ്റെ രീതിയിൽ മാത്രമേ നമുക്ക് സമീപിക്കാൻ പറ്റത്തുള്ളൂ. കാരണം ജനങ്ങളുടെ വൈകാരികമായിട്ടുള്ള നിലപാടായിരിക്കത്തില്ല ഒരിക്കലും ഒരു ഗവൺമെൻറ്റിൻ്റെ നിലപാട് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചൈനയ്ക്കെതിരെ ശക്തമായിട്ടുള്ള നിലപാടെടുക്കണമല്ലോ, അമേരിക്കയ്ക്കെതിരെ ശക്തമായിട്ടുള്ള നിലപാടെടുക്കണം, ഇല്ല അങ്ങനെ പല രാജ്യങ്ങൾക്കെതിരെ നമ്മൾ ശക്തമായിട്ടുള്ള നിലപാടെടുക്കണമല്ലോ. കാരണം നേരത്തെ തന്നെ നമ്മൾ ഈ ഇപ്പോൾ സൗദി അറേബ്യ യു എ ഒക്കെ പാകിസ്ഥാനുള്ള സമീപനത്തിൽ അല്പം മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ നേരത്തെയൊക്കെ അവർ പാകിസ്ഥാനെയൊക്കെ വളരെ ഉം, വലുതായി സഹായിച്ചുകൊണ്ടിരുന്ന രാജ്യങ്ങളായിരുന്നു. അന്ന് ഇന്ത്യ അവരുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ തന്നെ വലിയ പ്രശ്നങ്ങളില്ലാതെ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട്. അതിൽ നമ്മൾ അവരുമായിട്ടുള്ള ബന്ധങ്ങൾ വിച്ഛേദിക്കുകയോ അല്ലെങ്കിൽ വ്യാപാരം നിർത്തിവെക്കുകയോ, ഇവിടെ നിന്ന് ഒത്തിരി തൊഴിലാളികൾ ജോലി തേടിയ ആ, ജോലിയിലെ ആൾക്കാർ അവിടെ പോയി ജോലി ചെയ്യുന്നൊക്കെ ഉണ്ടല്ലോ. തീർച്ചയായിട്ടും നമ്മൾ അവരെ തിരിച്ചു വിളിക്കുകയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതൊന്നും സാധ്യമല്ല, ജിയോ പൊളിറ്റിക്സിലൊന്നും സാധ്യമല്ല. എന്ന് വെച്ചാൽ ജനങ്ങളുടെ വികാരം ശരിയോ തെറ്റെന്നുള്ളതല്ല അവിടെ, പക്ഷേ ജനങ്ങളുടെ വികാരമല്ല ഒരിക്കലും ആ, പ്രാധാന്യമായിട്ടുള്ളത് ഗവൺമെൻറ് പോളിസി തന്നെയാണ്. അതിനകത്തിൽ വ്യാപാരം, ട്രേഡ്, കച്ചവടം, സമ്പദ് വ്യവസ്ഥയിൽ നടക്കുന്ന മറ്റ് ചില ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. വ്യാപാര ബന്ധം വിച്ഛേദിക്കുന്നത് വലിയ സന്ദേശം നൽകുമെങ്കിലും ഇക്കാര്യത്തിൽ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് ഇന്ത്യൻ കയറ്റുമതിക്കാർക്കൊപ്പമാണ്. അതാണ് നമുക്കിപ്പോൾ ഗുണകരമായി നിൽക്കുന്ന അവസ്ഥ എന്നുള്ളത് കൊണ്ട്. ഇലക്ട്രോണിക്സ്, എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ, രാസവസ്തുക്കൾ, കെമിക്കൽസ്, ഇതൊക്കെയാണ് ഇന്ത്യ പ്രധാനമായിട്ടും കയറ്റുമതി ചെയ്യുന്നത് ടർക്കിയിലേക്ക്. കഴിഞ്ഞ 5 വർഷത്തിനിടെ ഇത് ഗണ്യമായിട്ട് വർദ്ധിക്കുകയും ചെയ്തു. അപ്പോൾ അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസിംഗ് ആയിട്ടുള്ള ട്രെൻഡാണ്. പക്ഷേ ഇന്ത്യ ടർക്കിയിൽ നിന്ന് പഴവർഗ്ഗങ്ങൾ, ഫ്രൂട്ട്സ്, നട്ട്സ്, മാർബിൾ അതുപോലുള്ള ഉൽപ്പന്നങ്ങളൊക്കെ തന്നെയാണ് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നത്. റഷ്യയും യുക്രൈനും തമ്മിൽ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഇന്ത്യയുമായിട്ട് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വ്യാപാരവും ടർക്കി ആരംഭിച്ചു. അപ്പോൾ ഇതൊക്കെ തന്നെ യാഥാർത്ഥ്യമാണ്. അവരും പാകിസ്ഥാൻ തമ്മിലുള്ള ബന്ധങ്ങൾ നിലനിൽക്കുന്നുണ്ട്, പക്ഷേ ടർക്കി ഇന്ത്യയുമായിട്ടുള്ള ബന്ധങ്ങൾ ഈ പറഞ്ഞ വ്യാപാര മേഖലയിലൊക്കെ തന്നെ വളരെ വ്യാപകമായിട്ട്, കാരണം ടർക്കിക്ക് അത് ഒരിക്കലും ഇഗ്നോർ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. കാരണം ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു ഇമോർജിംഗ് ആയിട്ടുള്ള വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ്. അപ്പോൾ ഇന്ത്യയുമായിട്ടുള്ള സാമ്പത്തിക ബന്ധങ്ങൾ, വ്യാപാര ബന്ധങ്ങൾ ഒരിക്കലും ടർക്കിക്കും തള്ളിക്കളയാൻ സാധിക്കത്തില്ല. കാരണം ടർക്കിയുടെ ഒത്തിരി ഉൽപ്പന്നങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യാൻ അവർക്ക് സാധിക്കും. പിന്നെ അവർ പാകിസ്ഥാൻ ആയുധം കൊടുക്കുന്ന മറ്റൊരു ജിയോ പൊളിറ്റിക്സ് എന്നുള്ളത്, അത് നമ്മളുടെ തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങളുണ്ട്, നമുക്കതിനെ പ്രതിരോധിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് തടയാനോ അല്ലെങ്കിൽ ഇല്ലാതാക്കാനൊക്കെ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. അതങ്ങനെയാണ് ഗവൺമെൻറ്റുകൾ ചെയ്യാറുള്ളത്, ഭരണകൂടങ്ങൾ ചെയ്യാറുള്ളത്. ടർക്കിയിലേക്ക് നമ്മൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം, അതായത് 2024-25 $5.72 ബില്യൺ, ഏകദേശം 48,900 കോടി രൂപയുടെ മൂല്യമുള്ള ഉൽപ്പന്നങ്ങൾ ഇന്ത്യ കയറ്റി അയച്ചു. ഇതിൽ 50%, ഏകദേശം $3 ബില്യൺ, 50 $5.72 ബില്യൺ 50%, പകുതിയിൽ കൂടുതൽ എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങളായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ ജനങ്ങളുടെ വികാരം മാനിച്ച് ഗവൺമെൻറ് ഇതിനൊക്കെ ഒരു പ്രതിരോധം സൃഷ്ടിക്കുകയാണെങ്കിൽ ഈ വ്യാപാരങ്ങൾ, കച്ചവടങ്ങൾ നഷ്ടപ്പെടും. രാജ്യത്ത് ഈ വ്യവസായങ്ങളൊക്കെ അടച്ചുപൂട്ടേണ്ടി വരും, തൊഴിലില്ലായ്മ വർദ്ധിക്കും, ഇല്ലേ, പല ആ, പലതരം പ്രശ്നങ്ങളുണ്ടാകും. അതുപോലെ തന്നെ സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം വ്യവസായങ്ങളായിരുന്നു ഇവയിൽ 40%. കാരണം ഇതെല്ലാം ചെറിയ ചെറിയ ബിസിനസ്സുകളാണ് ഈ കയറ്റുമതി ചെയ്യുന്നത്. അപ്പോൾ ഇത് ഗവൺമെൻറ് ബാൻ ചെയ്യുകയാണെങ്കിൽ, ടർക്കിയായിട്ടുള്ള ബന്ധങ്ങൾ മൊത്തം നമ്മൾ നിലനിർത്തുകയാണെങ്കിൽ ഈ വ്യവസായങ്ങളൊക്കെ തകർന്നടിയും. തകർന്നടിയത്തിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്, അവർക്ക് ജോലി നഷ്ടപ്പെടും. അത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ സാമ്പത്തിക വർഷം $2.99 ബില്യൺ ഉൽപ്പന്നങ്ങൾ നമ്മൾ ടർക്കിയിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടർക്കി ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്ന കുറവും നമ്മൾ അങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്നത് കൂടുതലാണ്. അപ്പോൾ അവിടെ നമുക്ക് വ്യാപാര മിച്ചമാണ്, നമുക്ക് ട്രേഡ് സർപ്ലസ് ആണ്. $107 മില്യൺ പഴവർഗ്ഗങ്ങളും $207 മില്യൺ സ്വർണവും ടർക്കിയിൽ നിന്ന് നമ്മൾ ഇറക്കുമതി ചെയ്തു. അപ്പോൾ സ്വർണം എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പിന്നെ എന്താ ഒരു വ്യാപാര മേഖലയാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് തീർച്ചയായിട്ടും എന്താ പറയുക, ഈ ഈ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ അവർ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള പ്രശ്നത്തിൻ്റെ പേരിൽ ഒരിക്കലും നമുക്കതിനെയൊന്നും ക്യാൻസൽ ചെയ്യാനോ സ്റ്റോപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ബാൻ ചെയ്യാനോ സാധിക്കത്തില്ല. അപ്പം വ്യാപാരവും വ്യവസായവും ഒക്കെ തന്നെയാണ് എപ്പോഴും മുന്നിൽ നിൽക്കുന്നത്, ജനങ്ങളുടെ വികാരമല്ല എന്നുള്ളത് നമ്മൾ പല രാജ്യങ്ങളുടെയും കാര്യത്തിൽ നമുക്കതറിയാം. ബയലാറ്ററൽ ഉഭയകക്ഷി ബന്ധങ്ങൾ, ജിയോ പൊളിറ്റിക്സിലുള്ള ഉഭയകക്ഷി ബന്ധങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഇനി ടർക്കിക്കെതിരെയുള്ള പ്രതിഷേധത്തിന് കാരണം നമുക്കറിയാം.
26 നമ്മളുടെ ഇന്ത്യൻ പൗരന്മാരുടെ നിസ്സഹായരായിട്ടുള്ള ആൾക്കാരുടെ ജീവൻ എടുത്ത പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം നമ്മൾ നടത്തിയിട്ടുള്ള ഓപ്പറേഷൻ സിന്ദൂരിൽ പാകിസ്ഥാന് പരസ്യമായിട്ടുള്ള പിന്തുണ നൽകി അവർക്ക് ആയുധങ്ങൾ നൽകിയ രാജ്യമാണ് ടർക്കി. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇന്ത്യയിൽ വിവിധ സ്ഥലങ്ങളിൽ പാകിസ്ഥാൻ സേന നടത്തിയ ആക്രമണങ്ങൾക്ക് ഉപയോഗിച്ചെല്ലാം ടർക്കിയിൽ നിർമ്മിച്ച ഈ ഡ്രോൺസ് ആയിരുന്നു, ആളില്ലാ വിമാനങ്ങൾ, അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസ് എന്ന് പറയും, UAV. അതൊക്കെ നമുക്കറിയാവുന്നതാണ്, അന്നും അറിയാം, ഇപ്പോഴും അറിയാം. അപ്പോൾ ഇതിനുശേഷം ടർക്കിക്കെതിരെ ഇന്ത്യയിൽ വ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പല പല സ്ഥലത്തും പല രീതിയിലും ക്യാമ്പയിൻസ്, സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ, ഓൺലൈൻ ക്യാമ്പയിൻ ഒക്കെ തന്നെ. ടർക്കിയിലേക്ക് ആൾക്കാർ ഈ പറഞ്ഞ നമ്മുടെ വിനോദയാത്രയ്ക്ക് പോകുന്ന ടൂറിസത്തിൻ്റെ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ പോകുന്ന യാത്രകളൊക്കെ തന്നെ റദ്ദാക്കി. അതുപോലെ തന്നെ മുന്നേ കൂട്ടി നിശ്ചയിച്ച ട്രിപ്പുകളൊക്കെ തന്നെ ക്യാൻസൽ ചെയ്യുകയൊക്കെ ചെയ്തു. അതൊക്കെ ഓക്കെ. അപ്പോൾ അതൊക്കെ ജനങ്ങൾക്ക് ചെയ്യാൻ പറ്റും, തീർച്ചയായിട്ടും അതിനുള്ള അവകാശമുണ്ട്, അത് കറക്റ്റാണ്. നമ്മുടെ രാജ്യത്തെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ രാജ്യത്തെ സ്നേഹിക്കുന്ന ആൾക്കാർ അങ്ങനെയൊക്കെ തന്നെ അവർക്ക് ചെയ്യാൻ കഴിയുന്ന ചെയ്യണം. പക്ഷേ ഗവൺമെൻറ് എപ്പോഴും അങ്ങനെ ആയിരിക്കത്തില്ല ആക്ട് ചെയ്യുന്നതും റിയാക്ട് ചെയ്യുന്നതും. അതുപോലെ തന്നെ ടർക്കിയിൽ നിന്നും വരുന്ന ഉൽപ്പന്നങ്ങളൊക്കെ ബഹിഷ്കരിക്കണമെന്നുള്ള ആവശ്യവും രാജ്യത്ത് ഉയർന്നിട്ടുണ്ട്. അതൊക്കെ ജനങ്ങളുടെ ശരിക്കും പറഞ്ഞാൽ ജനുവനായിട്ടുള്ള ഒരു ആവശ്യം തന്നെയാണ്, അല്ലെങ്കിൽ ഡിമാൻഡാണ്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഗവൺമെന്റിന് തന്നെ പൂർണ്ണമായിട്ടും ചെവി കൊടുക്കാൻ സാധിക്കത്തില്ല, ഏത് രാജ്യത്തായാലും. ടർക്കി ബന്ധമുള്ള ചെലേബി എയർപോർട്ട് സർവീസസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ സുരക്ഷാ ക്ലിയറൻസ് റദ്ദാക്കി കേന്ദ്ര സർക്കാർ ശക്തമായ നിലപാടിലേക്ക് കടക്കുമെന്ന്. അപ്പോൾ അങ്ങനെ ഗവൺമെന്റ് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലെന്ന് പറയുന്നില്ല, മനസ്സിലായല്ലോ. പക്ഷേ പൂർണ്ണമായിട്ടും നമുക്ക് ടർക്കിയായിട്ടുള്ള വ്യാപാര ബന്ധങ്ങൾ വിച്ഛേദിച്ച് അല്ലെങ്കിൽ വ്യാപാര ബന്ധങ്ങൾ നമുക്ക് അവസാനിപ്പിക്കാൻ സാധിക്കത്തില്ല. അത് ഇന്ത്യക്ക് വൻതോതിലുള്ള നഷ്ടങ്ങൾ, സാമ്പത്തിക മേഖലയിൽ അല്ലെങ്കിൽ വ്യാപാര മേഖലയിൽ വൻതോതിലുള്ള നഷ്ടം ഉണ്ടാക്കി വെക്കും എന്നുള്ളത് ലോജിക്കലായിട്ടുള്ളൊരു കൺക്ലൂഷനാണ് ഗവൺമെൻറ് ഭാഗത്തുനിന്നും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഗവൺമെൻറ് അത്തരം നടപടികളിലേക്ക് പോകുവാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളത് ഏകദേശം ക്ലിയർ ആയി കഴിഞ്ഞു. അത് നമ്മൾ ലോകത്തെ ഏത് രാജ്യങ്ങളുടെ ബന്ധങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അങ്ങനെയൊക്കെ തന്നെ, തീർച്ചയായിട്ടും. ഇപ്പം ഞാൻ പറഞ്ഞത് ഇന്ത്യ ചൈന വ്യാപാര ബന്ധം, കാരണം ഇന്ത്യ ഈ ചൈനയുടെ ഒരു ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ ഒരു കോളനി തന്നെയല്ലേ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ വ്യാപാരം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ചൈനയാണ് പാകിസ്ഥാൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്. പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ നൽകുന്ന രാജ്യം ചൈനയാണ്. അപ്പം അങ്ങനെ നമ്മൾ ചൈനയുടെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണ്ടേ, അല്ലെങ്കിൽ ഗവൺമെൻറ് അതെല്ലാം ക്യാൻസൽ ചെയ്യണ്ടേ? അത് നടക്കുന്നില്ലല്ലോ ഒരിക്കലും. ഓക്കെ, നമ്മൾ ഗാൽവാൻ പ്രശ്നത്തിന് ശേഷം ഇന്ത്യ ചില നടപടികൾ, അതൊക്കെ ലിമിറ്റഡ് ആയിട്ടുള്ള നടപടിക്രമങ്ങൾ മാത്രമേ പറ്റത്തുള്ളൂ, അല്ല വ്യാപകമായിട്ട് പറ്റത്തില്ല. അപ്പം അതുപോലെ തന്നെ ഇവിടെയും ടർക്കിക്കെതിരെ ചില സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ ചില നടപടിക്രമങ്ങൾ നമ്മൾ എടുത്തു എന്നുള്ള കാര്യം സത്യമാണ്. അല്ലാതെ നമുക്ക് വ്യാപകമായിട്ടുള്ള ഈ വ്യാപാരങ്ങൾ നിർത്തുവാനോ അല്ലെങ്കിൽ അതിനെ ബാൻ ചെയ്യാനോ നമുക്ക് സാധിക്കത്തില്ല. ഒരു ഗവൺമെൻറ് അങ്ങനെ ചെയ്യാറില്ല. അല്ലെങ്കിൽ ഇരു രാജ്യങ്ങൾ തമ്മിൽ യുദ്ധത്തിൽ ഏർപ്പെടണം. ഇപ്പം ഇന്ത്യക്ക് പാകിസ്ഥാനെ പൂർണ്ണമായിട്ടും ഉപരോധിക്കാം, നമ്മളത് നിർത്തുകയും ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ പാകിസ്ഥാനെ തിരിച്ചു. പക്ഷേ നമ്മൾ യുദ്ധത്തിൽ നേരിട്ട് ഏർപ്പെടാത്ത, മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു രാജ്യമായിട്ട് അവരെ ഈ പാകിസ്ഥാനെ സഹായിച്ചു എന്നുള്ളൊരു പേരിൽ നമുക്ക് തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാൻ കഴിയില്ല. ഒരു രാജ്യം അങ്ങനെ ചെയ്യത്തുമില്ല. അത് യുക്തിപരമല്ല എന്നുള്ളതാണ് നമുക്ക് ജിയോ പൊളിറ്റിക്സിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്ക് ഇന്ത്യയെ സംബന്ധിച്ച്. അപ്പം ഇത് ടർക്കിയുമായിട്ടുള്ള ബന്ധം തീർച്ചയായിട്ടും വ്യാപാര ബന്ധങ്ങൾ, സാമ്പത്തിക ബന്ധങ്ങൾ, സമ്പദ് മേഖലയിലെ ബന്ധങ്ങൾ തീർച്ചയായിട്ടും ശക്തിപ്പെടും, അല്ലെങ്കിൽ അത് കൂടുതൽ വർദ്ധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. കാരണം അവരുമായിട്ടുള്ള ട്രേഡിൽ, വ്യാപാരത്തിൽ നമുക്കാണിപ്പോൾ മിച്ചമുള്ളത്, ട്രേഡ് സർപ്ലസ് ഉള്ളത്. അപ്പോൾ അത് നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ മറ്റ് തീരുമാനങ്ങളിലേക്കോ നയങ്ങളിലേക്കോ ഒന്നും പോകാനുള്ള സാധ്യത ഇല്ല എന്നുള്ളതാണ് നമുക്ക് ഇനി അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. ഹാവ് എ വണ്ടർഫുൾ ഡേ.